ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. ബംഗളൂരുവിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് വന്ന മുരഹര ട്രാവൽസ് ബസിന്റെ യാത്ര മുടങ്ങി. ഹുസൂറിൽ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് പിടിച്ചിട്ടിരിക്കുകയാണ്. മറ്റൊരു ബസ് തയ്യാറാക്കാൻ ബസ് അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് യാത്രക്കാരുടെ പരാതി. കുട്ടികളടക്കം 34 യാത്രക്കാരാണ് ബസ്സിലുള്ളത്. ഞങ്ങൾ ബാംഗ്ലൂർ ടു പത്തനംതിട്ട മുരഹര ബസ് ബോർഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഏകദേശം 8:15 ഞങ്ങൾ ബസ് ബോർഡ് ചെയ്തത്. ഇപ്പോൾ സമയം കൃത്യം 12:41. ഞങ്ങൾ നടു റോഡിൽ ഹുസൂർ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ബസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ പെർമിറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞിരുന്നു നമുക്ക് വേണമെങ്കിൽ മൈസൂർ വഴി ബസ് എടുക്കാമെന്ന്. ഇപ്പം മുരഹരയുടെ ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടുന്ന ആൾക്കാർ വരെ ഭയങ്കര ഇറസ്പോൺസിബിളായിട്ടാണ് പെരുമാറുന്നത്. പിന്നെ കൊച്ചു കുട്ടികൾ എല്ലാവരും അടങ്ങി ഒരു പാസഞ്ചേഴ്സ് ലിസ്റ്റ് ആണുള്ളത്. ഏകദേശം 33 ആൾക്കാരാണുള്ളത്. പ്രവീൺ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ബസ് വിട്ടു നൽകാൻ തയ്യാറായിട്ടുണ്ടോ? കാരണം കുട്ടികളടക്കമുള്ള യാത്രക്കാരാണ് അതിലുള്ളതെന്ന് പറയുന്നു. രാത്രിയോടുകൂടി ഉണ്ടായ സംഭവമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ശ്രുതി, അതുല്യ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലത്തെ അവസ്ഥ എന്നുള്ളത് ഈ ബസ് വിട്ടുകൊടുക്കാൻ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. യാത്രക്കാർ ഇന്ന് പുലർച്ചെ വരെ മറ്റൊരു വാഹനം അറേഞ്ച് ചെയ്യണം, തയ്യാറാക്കണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിന്നിരുന്നു. പക്ഷേ അത്തരം ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. പിന്നീട് യാത്രക്കാർ തന്നെ അവരവരുടെ ചെലവിൽ ചിലരൊക്കെ ബാംഗ്ലൂരുവിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്, ചിലരൊക്കെ നാട്ടിലേക്ക് മറ്റ് ലൈൻ ബസ്സിൽ കയറി വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇന്നലെ രാത്രി 8:15 ബാംഗ്ലൂരുവിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ഈ ബസ് പുറപ്പെട്ടത്. അതിനുശേഷം ഹുസൂറിൽ വെച്ചാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ബസ് പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ യാത്രക്കാരെ അറിയിക്കുകയായിരുന്നു ഈ ബസ് വിട്ട് കൊടുക്കാൻ ആവില്ല, നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോവുകയാണ്. അതിനുശേഷം ബസ് യാത്രക്കാർ നമ്മോട് പറയുന്നത് ഈ ബസിന്റെ അധികൃതരുമായി, അതിന്റെ ഉടമസ്ഥരുമായി, പ്രതിനിധികളുമായി സംസാരിച്ചിരുന്നു. പക്ഷെ അവർക്കും ഈ ഒരു വിഷയത്തിൽ പ്രശ്നപരിഹാരം കണ്ടെത്താനായില്ല. പിന്നീട് 10 മണിയോടുകൂടി ഹുസൂറിൽ എത്തിയ ആ ബസ് പുലർച്ചെ 1:30 വരെ നമ്മളുമായി സംസാരിച്ചിരുന്നു യാത്രക്കാർ. അപ്പോഴും അവർ പറഞ്ഞിരുന്നത് മറ്റൊരു വാഹനം അവർക്ക് തയ്യാറായി കിട്ടിയില്ല എന്നുള്ളതാണ്. പലർക്കും കേരളത്തിൽ വന്നതിന് ശേഷം പരീക്ഷ എഴുതുകയും ഒപ്പം തന്നെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കേണ്ട ആളുകളായിരുന്നു. ചിലരൊക്കെ 2 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ യാത്ര തുടങ്ങിയവരുമായിരുന്നു. ഇവരാണ് ഇന്നലെ ഹുസൂറിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, തമിഴ്നാട്ടിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് പരിശോധനയുടെ ഭാഗമായി പിടിച്ചിട്ടതിനെ തുടർന്ന് ദുരിതത്തിലായത്. ഏതായാലും ഇപ്പോൾ അവരവരുടെ ചെലവിൽ തന്നെ ചിലരൊക്കെ ബംഗളൂരുവിലേക്കും യാത്ര നിർത്തിവെച്ച് തിരികെ ബംഗളൂരുവിലേക്കും. പ്രവീൺ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട് മറ്റൊരു വാഹനം തയ്യാറാക്കി നൽകണമെന്ന്, പക്ഷേ അധികൃതർ, ബസ് ഉടമകൾ അതിന് തയ്യാറായിട്ടില്ല. എന്താണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു വിശദീകരണം ഇത് സംബന്ധിച്ച്? ഇന്നലെ തന്നെ ഒരു യാത്രക്കാരൻ ട്രാവൽസിന്റെ മാനേജറുമായിട്ട് സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യാത്രക്കാർ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കണം. കാരണം കേരളത്തിലേക്ക് യാത്ര പുറപ്പെട്ടവരാണ്, അവർക്ക് എത്തിയേ പറ്റൂ എന്ന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് യാത്രക്കാർ സംസാരിക്കണമെന്നാണ് ഈ മുരഹര ട്രാവൽസിന്റെ പ്രതിനിധി യാത്രക്കാരനെ അറിയിച്ചത്. അത് മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ട്രിപ്പ് നടത്തുന്നതെന്നും. ശരി പ്രവീൺ, ബംഗളൂരുവിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് വന്ന മുരഹര ട്രാവൽസ് എന്ന ബസിന്റെ യാത്രയാണ് മുടങ്ങിയിരിക്കുന്നത്. ഹുസൂറിൽ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് പിടിച്ചിട്ടിരിക്കുകയാണ്. രാത്രി 12:30 കൂടിയിട്ടാണ്, ഏകദേശം 12:30 കൂടിയിട്ടാണ് ഈ ബസ് പിടിച്ചിട്ടിരിക്കുന്നത്. 33ഓളം യാത്രക്കാരാണ് അതിലുണ്ടായിരുന്നത്, കുട്ടികളടക്കമുള്ളവർ ഉണ്ടായിരുന്നു. എന്തായാലും അവർ സ്വന്തം നിലയിൽ തന്നെ യാത്ര പുനരാരംഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റു മാർഗങ്ങൾ തേടി യാത്ര പോവുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.